ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു മിൽക്ക് ബട്ടർ ജാമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് 4 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട്. അതിൽ ഒരു മിക്സിയുടെ ജാർ, ചെറിയ മിക്സിയുടെ ജാറാണ് എടുത്തിരിക്കുന്നത്. അതിൽ ആവശ്യത്തിന് നിങ്ങൾക്ക് എന്ത് മാത്രം ക്വാണ്ടിറ്റിയാണോ വേണ്ടത് അത്രയും അളവിൽ പഞ്ചസാര എടുത്ത് നല്ല പൊടിച്ചെടുക്കണം. അത് നല്ല ഫൈനായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഒരു തരി പോലും ഇല്ലാതെ നല്ല ഫൈനായിട്ട് അത് പൊടിച്ചെടുത്ത് നമുക്ക് പിടിച്ച് നോക്കുമ്പോഴത്തേക്കും അറിയാം തരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചെടുക്കണം. ഒന്ന് മിക്സി ജാറടച്ച് വെച്ചിട്ട് പൊടിച്ചെടുക്കണം. അതിലേക്ക് 10 രൂപയുടെ അമൂലിൻ്റെ പാൽപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ അമൂലിൻ്റെ 10 രൂപയുടെ ഒരു പാക്കറ്റ് പൊടിയും 1 സ്പൂൺ ബട്ടറും ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൽ കുറച്ച് പാല് ചേർക്കുന്നത് ഞാൻ മിൽമയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. പാലും കൂടെ ചേർത്ത് കഴിഞ്ഞ് അത് നമുക്ക് ജാറടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് 2 മിനിറ്റ് നമുക്കിത് അടിച്ചെടുക്കണം. അടിച്ച് നല്ല രീതിയിൽ നല്ല ഫൈനായിട്ട് അടിച്ച് എടുത്ത് കഴിയുമ്പോൾ അത് മിക്സി ഓഫാക്കി കഴിഞ്ഞ് ജാറ് തുറന്ന് നോക്കുമ്പോൾ നമുക്കിത് ഈ ഒരു രീതിയിൽ നമ്മുടെ ജാമ് കിട്ടും. അങ്ങനെ നമ്മുടെ ബട്ടർ ജാം റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ ജാമ് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. ഒരു മിൽക്ക് മെയ്ഡിൻ്റെയൊക്കെ മിൽക്ക് മെയ്ഡ് മിഠായി മേറ്റ് ഒരു രീതിയിലാണ് ഇത് നമുക്ക് കിട്ടുന്നത്. നമുക്കിത് കഴിക്കാൻ ഏറ്റവും നല്ലത് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് ഞാനിവിടെ പാന് വെച്ച് ബട്ടറാണ് ഇടുന്നത്. ബട്ടറിൽ തന്നെയാണ് ഞാനിത് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം ബട്ടറൊന്ന് മെൽറ്റാക്കി എടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മെൽറ്റാക്കി എടുത്തതിന് ശേഷം ബ്രെഡ് എടുത്ത് വെച്ച് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. 2 വശം നല്ല രീതിയിൽ ടോസ്റ്റ് ചെയ്തെടുക്കുക. നല്ല രീതിയിൽ ഒന്ന് ടോസ്റ്റാക്കി എടുക്കാവേ. ഞാൻ ഇതിലെടുത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് അമൂലിൻ്റെ ബട്ടറും അമൂല്യയുടെ മിൽക്ക് പൗഡറുമാണ്. ഞാൻ 10 രൂപയുടെ പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അമൂല്യയുടെ മിൽക്ക് പൗഡർ അൺസോൾട്ടഡ് ബട്ടർ തന്നെയാണ് ഞാൻ ഇതിൽ ഉപയോഗിക്കാൻ വേണ്ടി എടുത്തേക്കുന്നത്. പിന്നെ ഒരു പഞ്ചസാര, നമ്മുടെ ആവശ്യത്തിനുള്ള പഞ്ചസാര, പിന്നെ പാൽ, മിൽമയുടെ പാൽ തന്നെയാണ് ഞാൻ ഇതിനെടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ ടോസ്റ്റ് ചെയ്ത ബ്രെഡിൽ ഈ മിൽക്ക് ബട്ടർ ജാം എടുത്ത് വെച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച മിൽക്ക് ബട്ടർ ജാം നല്ല രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടാനായിട്ട് ഭയങ്കര ചാൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ സ്കൂളൊക്കെ കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അവർക്കൊക്കെ ഇഷ്ടപ്പെടും, നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. മധുരമൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതൊക്കെ ഇഷ്ടമായിരിക്കും. പിന്നെ ഇതിന് കൂടാതെ ഇത് മിൽക്ക് മെയ്ഡിൻ്റെയും മിഠായി മേറ്റിൻ്റെയൊക്കെ ടേസ്റ്റ് ആയത് കാരണം നമുക്ക് പായസമൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കിന് ഹോം മെയ്ഡായിട്ട് തന്നെ ഇത് ഉപയോഗിക്കാം.